നമുക്ക് ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ ഭയങ്കര നെഗറ്റിവിറ്റി ആയിരുന്നു അവരുടെ വീട്ടിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ ഫുഡ് കൊടുക്കണില്ല എന്ന് പറഞ്ഞ കാര്യം. പക്ഷേ ആ ആൻറ്റിയാണ് കേട്ടോ ഒരു 4-5 വട്ടം കയറി വന്ന് മൃദുലേക്ക് ഗ്യാസ് കയറുന്നുണ്ടായിരുന്നു, ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു. മൃദുല അമ്മ വെള്ളം എന്ന് പറയുമ്പോൾ അമ്മ വെള്ളം കൊണ്ടുവരും, ഫുഡ് കൊണ്ടുവരും, ഞങ്ങൾക്ക് ചായ കൊണ്ടുവന്നു, എൻ്റെ ഇടയിൽ ആൻറ്റി സാരി എടുക്കാൻ വരുന്നതൊക്കെ. അപ്പൊ ആൻറ്റിയുടെ ക്യാരക്ടർ ഞങ്ങൾക്ക് അവിടെ നെഗറ്റീവായിട്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. കുറച്ചു മുമ്പ് എൻ്റെ ഒരു യൂട്യൂബർ സുഹൃത്ത് എനിക്കൊരു വീഡിയോ ഷെയർ ചെയ്തു തന്നു. നമ്മുടെ പ്രവീൺ പ്രണഫ് അവരുടെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് എനിക്ക് ഷെയർ ചെയ്ത് തന്നത്. ഞാനപ്പോ ആദ്യമേ ഇത് ചെയ്യണോ വേണ്ടയോ, ഇതൊന്ന് റിയാക്ട് ചെയ്യണോ എന്നൊക്കെ ആലോചിച്ചു. കാരണം കുറച്ചു മുമ്പാണ് ഞാൻ ഇവരുടെ വിഷയത്തിൽ വേറൊരു വീഡിയോ ചെയ്തങ്ങോട്ടിട്ടത്. പിന്നെ ഇവർ എനിക്ക് എൻ്റെ ഈ സുഹൃത്ത് അയച്ചു തന്ന വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അത് ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ നമ്മൾ എല്ലാവരും പ്രവീണെ കുറെ പേര് കുറ്റം പറയുന്നവരുണ്ട്, പ്രണവിനെ കുറ്റം പറയുന്നവരുണ്ട്. ഇവരെക്കാട്ടിലും കൂടുതൽ കുറ്റങ്ങൾ കേൾക്കുന്നത് അല്ലെങ്കിൽ തെറികൾ കേൾക്കുന്നത് പ്രവീണിന്റെ ഭാര്യയായിട്ടുള്ള മൃദുലയും അതുപോലെ തന്നെ പ്രവീണിന്റെയും പ്രണവിന്റെയും അച്ഛനും അമ്മയും ഒക്കെയാണ്. എന്നാൽ പ്രവീണിന്റെ വൈഫായിട്ടുള്ള മൃദുലയും പ്രവീണിന്റെയും പ്രണവിന്റെയും അമ്മയും ഒക്കെ വളരെ പാവപ്പെട്ട ആളുകളാണ്, വളരെ നല്ല സ്വഭാവത്തിന് ഉടമകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് നമുക്കത് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇതിന്റെ സത്യാവസ്ഥ എങ്ങോട്ടായി പൊക്കോണ്ടിരിക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു ചോദ്യങ്ങൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആർക്കും വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പോലും മനസ്സിലാവുന്നില്ല ഇത് ആരുടെ സൈഡിൽ നിൽക്കണമെന്നുള്ളത്. എനിക്ക് ഇപ്പൊ 2-3 ദിവസമായിട്ട് എനിക്ക് ആ ഒരു 2-3 ദിവസം എന്നല്ല, ഇത് രാവിലെ തൊട്ട് പ്രത്യേകിച്ച് ഇവർ ഈ വീഡിയോ ഒക്കെ അവരുടെ ചാനലിൽ നിന്ന് ഡിലീറ്റ് ഒക്കെ ചെയ്ത് കളഞ്ഞപ്പോ തൊട്ട് നമ്മളിങ്ങനെ ഇതിനകത്ത് സത്യം പറഞ്ഞ ആരെ ഇപ്പൊ പൊട്ടനായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ കാണുന്നത്. ഞാൻ എന്തായാലും കൂടുതൽ കഥകൾ പറയുന്നില്ല, ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക. ഈ മൃദുലയ്ക്ക് മേക്കപ്പ് ഇട്ടിരിക്കുന്ന, എനിക്ക് തോന്നുന്നു മൃദുലയുടെ ആ ഒരു ഈ വളകാപ്പ് അതുപോലത്തെ ചടങ്ങിൽ എന്തോ വന്ന് മേക്കപ്പ് ഇടാൻ വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഇരുന്ന് ഈ കഥ പറയുന്നത്. അപ്പൊ അവര് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒന്ന് കാണുക, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഫോട്ടോ എടുക്കണം, ഇടണം. കാരണം ഇവർക്ക് അത്രയും നല്ല ഹ്യൂജ് ഫോളോവേഴ്സ് ആണല്ലോ. നമ്മൾ അവിടെ ചെന്നു, ഇവരെ നമ്മുടെ റൂമിലേക്ക് നമ്മൾ മേക്കപ്പിന് ചെല്ലണം. അപ്പം നമ്മൾ പോണ വഴിയിലേക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോയി, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയിട്ട് വണ്ടി ഞാൻ കുറച്ചധികം നേരം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അതിൽ നമ്മൾ അവരുടെ അവിടേക്ക് വിചാരിച്ച സമയത്ത് എത്തിയില്ല. നമ്മൾ 4 മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്തിയത് 4:30 ആയപ്പോഴാണ്. അങ്ങനെ നമ്മൾ ലേറ്റ് ആയിരുന്നു, നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. നമ്മൾ അംഗീകരിക്കണം, നമുക്ക് വിചാരിച്ച നേരത്തെ എത്താൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ മേക്കപ്പ് തീർത്ത് കൊടുത്തു. മൃദുലനെ സാരി ഉടുപ്പിച്ച് ഹെയർ ചെയ്ത് വളരെ ലൈറ്റ് മേക്കപ്പ് ആയിരുന്നു ഫസ്റ്റത്തെ ലുക്ക് വന്നിട്ട്. അത് ആ ഒരു ബ്ലൂ സാരിയിലുള്ള ലുക്ക് അത് നമ്മൾ ചെയ്ത് കൊടുത്തു. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു ഫൗണ്ടേഷൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, മേക്കപ്പിൻ്റെ അറിയുന്നവരോടാണ് കേട്ടോ ഈ മേക്കപ്പ് നമ്മളാണ് ചെയ്തത്. സെക്കൻഡ് ലുക്കും നമ്മൾ തന്നെയാണ് ചെയ്തത്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇവരുടെ വീട്ടിൽ വലിയ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ലൈറ്റൊന്നും കൊണ്ടുപോയില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് വീണ്ടും നമ്മൾ അവരുടെ റൂമിൽ ഓൾറെഡി ഒരു യെല്ലോ ലൈറ്റ്, അതിൻ്റെ ഒരു കുഞ്ഞു ലൈറ്റാണ് ഇവർക്ക് റൂമിലുള്ളത്. ആ വെളിച്ചത്തിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാനേ പറ്റുന്നില്ല. നമ്മൾ 4:30 സ്റ്റാർട്ട് ചെയ്യുന്ന മേക്കപ്പ് എന്ന് പറയുമ്പോൾ പുറത്ത് വെളിച്ചമില്ല, അപ്പോൾ നമുക്ക് അകത്തേക്ക് വെളിച്ചം തീരില്ല. അതിൻ്റെ ഇടയിൽ കറണ്ട് പോകുന്നു, ജനല തുറന്നിട്ടൊക്കെ മേക്കപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു മേക്കപ്പ് അല്ല നമുക്ക് റിസൾട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ പ്രവീൺ അവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം പ്രവീൺ അവിടെ എനിക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കാം, നമുക്ക് ഭയങ്കര ആരാധനയാണല്ലോ ഇവരൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ വലിയ സംഭവം പോലെ നമ്മളിങ്ങനെ നോക്കാം. ഫസ്റ്റ് ഇംപ്രഷൻ അവിടെ തന്നെ പോയി. നമ്മൾ പ്രവീൺ നോക്കുമ്പോൾ എന്തോ ഒരു പോലെ ആൾ എൻ്റെ ഒരു പോക്ക് പോയി, നമ്മൾ മൈൻഡ് പോലും ചെയ്തില്ല. അത് കഴിഞ്ഞ ആൾ ക്യാമറ കൊണ്ടുവരുമ്പോൾ പിന്നത്തെ വീഡിയോയിൽ നമ്മൾ കേൾക്കേണ്ടത് ഇതാ, മൃദുലനെ മേക്കപ്പ് ചെയ്യാൻ ആരൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ അവരെ കണ്ടുപോലും ഇല്ലാന്ന്. നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോയത്. പക്ഷെ അവനത് പറഞ്ഞ ടോൺ അങ്ങനെയാണ്, ഞാൻ അത് മേക്കപ്പിന് വന്നവരെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പക്ഷെ മൃദുല നമ്മുടെ അടുത്ത് ഭയങ്കര സഹകരണമായിരുന്നു കേട്ടോ. എല്ലാത്തിനും നമ്മുടെ അടുത്ത് സാരില്ല ചേച്ചി, ലേറ്റ് ആയാലും കുഴപ്പമില്ല. ലേറ്റ് എന്തോ ചോദിച്ചിരുന്നു, നമ്മൾ ഇങ്ങനെ കറണ്ട് ഇടയ്ക്ക് പോയോണ്ടിരിക്കുക, ഇന്നൊന്നും കാണില്ല, ക്ലിയർ ആവണില്ല ഫേസ്. വളരെ ലേറ്റ് ചോദിച്ചപ്പോ ലേറ്റ് കൊച്ചു എടുത്ത് തന്നു. പക്ഷെ അതെന്തോ അത്ര ചോദിക്കാം, കൊച്ചു ഒരു ലേറ്റ് എടുത്ത് തരുമോ ചോദിച്ചപ്പോ കൊച്ചു പിടിച്ചോ കുത്തി തരാൻ പറഞ്ഞപ്പോ അതിന് പോലും അവന് വയ്യ, കുത്താൻ പോലും അവന് വയ്യ. അതൊക്കെ ഇതിപ്പോ എനിക്കിങ്ങനെ പ്രവീൺ പറഞ്ഞത് കേട്ടപ്പോ മുത്ത് പടിയണമെന്നുള്ളത് നമുക്ക് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ഇല്ല ശരിക്കും എന്തെങ്കിലും വീഡിയോക്ക് മാത്രം കറക്റ്റ് സമയത്തിന് കാണിക്കും, അത് കഴിഞ്ഞാൽ സ്പോട്ടിൽ കൂടുതൽ പറയുന്നുണ്ട് ഇടത് എവിടെയെങ്കിലും ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞപ്പോ അവൻ അതിനുള്ളത് ഇല്ല. കാരണം അപ്പൊ ഇത് ഞാനിങ്ങനെ കറക്റ്റാണ്. പ്രവീൺ പറഞ്ഞില്ല അവൻ നല്ല മടീനാന്ന് പറഞ്ഞത്, അത് സംഭവം ഓക്കെയാണ്, നമുക്ക് അവിടെ തന്നെ അത് കത്തി. അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു വേണമെങ്കിൽ ഇവളോട് അത് പിടിച്ചു നിന്നോളെ, കാര്യം അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യണ്ടേ, നമുക്ക് വർക്ക് ചെയ്യണം. അത് അപ്പോൾ ഞാൻ പറഞ്ഞു അത് താഴെ നമുക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ പാവം മൃദുല ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കാട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറെ ജനലയുടെ പ്രകാശത്തിൽ നിന്നാണ് കുറച്ചെങ്കിലും ജനല തുറന്നു, മഴയായിരുന്നു. അത് നമ്മൾ ആ മേക്കപ്പ് തീർത്തു കൊടുത്തു. ബാക്കി ഞാൻ കേൾപ്പിക്കാമേ. അതിനു മുമ്പ് ഇത്രയും അവർ സംസാരിച്ചത് നിങ്ങൾ കേട്ടല്ലോ. പ്രവീണിന്റെയും പ്രണവിന്റെയും വീട്ടിൽ ചെന്ന് ഒരു ദിവസം മുഴുവൻ അവരുടെ കൂടെ ഇടപെട്ട് അവരുടെ ഒരു സ്വഭാവ ഗുണങ്ങൾ എല്ലാം മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഈ ഇരുന്ന് കഥ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ.
ഇവര് പറയുന്നതിനകത്തൊന്നും എനിക്ക് മനസ്സിലായത് മൃദുല എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു ക്യാരക്ടറുള്ള ഒരു കുട്ടി തന്നെയാണ്. അവരോടെല്ലാം നല്ല രീതിയിൽ ഇടപഴകുന്നു, എന്താ മേക്കപ്പ് ഇടാൻ ചെന്ന ആൾക്കാരോട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ പ്രവീൺ എന്ന് പറയുന്ന കൂട്ടുകാരനാണെങ്കിൽ പോലും വലിയ മൈൻഡ് ഒന്നും ഇല്ല. മറ്റേ ഒരുമാതിരി ഡയലോഗ് ഒക്കെ അടിച്ചിട്ടൊക്കെയാണ് ആര് വന്നിട്ടുണ്ട് മൃദുലെ. പിന്നെ അവരുടെ ആ ഒരു ടോണിൽ അവർ സംസാരിക്കുന്നതിനകത്ത് വേറൊരു പെർസ്പെക്റ്റീവ് കൂടെ ഉണ്ട്. അത് വേറൊന്നുമല്ല, അവരുടെ വീഡിയോയിൽ അവര് കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആ രീതിയിൽ സംസാരിച്ചതായിരിക്കാം അവര്. മനസ്സിലായില്ല, അങ്ങനെ ഒരു കേസും കൂടെ ഉണ്ട്. പക്ഷെ ഇവരെന്തായാലും പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, പ്രണവിനെ നല്ല മറ്റേ മടിയൻ എന്നുള്ളൊരു സ്കീമിൽ തന്നെയാണ് അവർ വിളിക്കുന്നത്. അവൻ എന്തോ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, അത്രേ ഉള്ളൂ. ആ ഒരു മൂഡിലാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ മൃദുലെ പറ്റി നല്ല കാര്യങ്ങൾ മാത്രമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ കമന്റ് ബോക്സിൽ ചെന്ന് ആ കുട്ടിയെ തെറി പറയുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ടല്ലോ. അവൾ വന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതെന്നൊക്കെ പറയുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് അറിയില്ല, നമുക്കും അറിയില്ല. നമുക്ക് അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ അങ്ങനെ, പ്രത്യേകിച്ച് ഈ ഒരു ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ കുട്ടിയെ ഒരുപാട് ആളുകൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആ പരിപാടി നിർത്തുക. അതിലൊന്നും അല്ലടോ, ഇന്നത്തെ കാലത്ത് അതൊന്നും അല്ല. ഇന്ന് വന്നു കയറുന്ന പെണ്ണ് മോശം അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായി കാലത്ത്. അതുകൊണ്ട് ആരെയും മറ്റേ അങ്ങോട്ട് മൊത്തത്തിൽ നമ്മൾ ആക്ഷേപിക്കരുത്. മനസ്സിലായില്ലേ? ബാക്കി അടുത്തേനെങ്കിൽ നമുക്ക് സമയം വേണം കേട്ടോ, നമുക്ക് നേരത്തെ വന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇവരുടെ വ്ളോഗ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടാമത്തെ ലുക്കിന് 9:30 അടുത്ത് മേക്കപ്പ് തീർക്കണം. കയറി വരുന്നത് 8:45. എനിക്ക് അങ്ങനത്തെ ഒരു മാജിക് അറിയില്ല. 3/4 മണിക്കൂറോട് സാരി ഡ്രൈപ്പിങ്ങും ഓർണമെന്റ് സെറ്റിങ്ങും മേക്കപ്പും ഹെയർ ചെയ്യാൻ എനിക്കറിയില്ല. നമുക്ക് പറഞ്ഞ പോലെ ഒന്നും പ്രോപ്പറായിട്ട് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടിയിട്ടില്ല സമയം. അത് നമ്മുടെ ഭാഗത്ത് എന്താ പറയുക, നമുക്കൊരു സമയം കിട്ടിയാലല്ലേ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ. എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കുന്നവർക്ക് അറിയാം, എൻ്റെ മേക്കപ്പ് ഒന്നും അങ്ങനെ ഫ്ലോപ്പ് ഒന്നുമല്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ ഭയങ്കര നെഗറ്റിവിറ്റി ആയിരുന്നു അവരുടെ വീട്ടിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ ഫുഡ് കൊടുക്കണില്ല എന്ന് പറഞ്ഞ കാര്യം. പക്ഷേ ആ ആൻറ്റിയാണ് കേട്ടോ ഒരു 4-5 വട്ടം കയറി വന്ന് മൃദുലയ്ക്ക് ഗ്യാസ് കയറുന്നുണ്ടായിരുന്നു, വെള്ളം വരുന്നുണ്ടായിരുന്നു. മൃദുല അമ്മ വെള്ളം എന്ന് പറയുമ്പോൾ അമ്മ വെള്ളം കൊണ്ടുവരും, ഫുഡ് കൊണ്ടുവരും, ഞങ്ങൾക്ക് ചായ കൊണ്ടുവന്നു. അതിൻ്റെ ഇടയിൽ ആൻറ്റി സാരി എടുക്കാൻ വരുന്നതൊക്കെ. അപ്പം ആൻറ്റിയുടെ ക്യാരക്ടർ ഞങ്ങൾക്ക് അവിടെ നെഗറ്റീവായിട്ട് നമുക്ക് അങ്ങനെ നെഗറ്റീവ് ആൻറ്റിയുടെ ക്യാരക്ടറിൽ തോന്നിയിട്ടില്ല. നമുക്ക് അന്ന് അത്രയും ദേഷ്യം വന്നൊരു ക്യാരക്ടർ കൊച്ചിട്ട് ക്യാരക്ടറായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഞങ്ങൾക്ക് ഫുഡ് വേണ്ടെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫുഡ് വേണ്ടെന്ന് പറയാൻ കാരണം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മളിങ്ങനെ ഇവരൊക്കെ കാണുമ്പോൾ വലിയ സംഭവം പോലെ നോക്കുമ്പോൾ ഇവർ നമ്മളെ മൈൻഡ് പോലും ചെയ്യും. അവരുടെ ആറ്റിറ്റ്യൂഡിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇപ്പോ ഒരു കേസ് കേട്ടല്ലോ, ഈ ചേച്ചി പറയുന്നത്. അതായത് നമ്മുടെ പ്രവീണിന്റെയും പ്രണവിന്റെ അമ്മയെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് ചേച്ചിക്കൊക്കെ. അതായത് 3-4 തവണ ഈ ആന്റി ഈ സ്റ്റെപ്പൊക്കെ കയറി മേളി വന്ന് ഞങ്ങൾക്ക് വെള്ളമൊക്കെ കൊണ്ട് തന്നു, ചായ തന്നു. മൃദുല വെള്ളം എന്ന് പറയുമ്പോൾ വെള്ളം കൊണ്ട് കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ഇതൊക്കെ ഞങ്ങൾ കണ്ടു എന്നിവര് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊരു സംഗതിയൊക്കെ എന്താണ് സാക്ഷികൾ വന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും നാട്ടുകാരെന്ത് ചെയ്യും? ഇവരുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ത് ചെയ്യും? ഓടിച്ചെന്ന് മൃദുല വീണ്ടും തെറി പറയും. നീ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? കണ്ടല്ലോ ആളുകൾ പറയുന്നു, നിനക്കൊക്കെ നല്ല രീതിയിലല്ലേ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നത്, നിന്നെ നന്നായിട്ട് നോക്കിയില്ലേ, വെള്ളം ചോദിക്കും കൊണ്ട് തന്നില്ലേ, പിന്നെ നീ എന്തിനു പറഞ്ഞു അമ്മ എനിക്ക് വെള്ളം തന്നില്ല, അമ്മ എന്നെ നോക്കുന്നില്ല, കൊച്ചുവിനാണ് പാലൊക്കെ കൊടുക്കുന്നതെന്ന് പ്രവീൺ പറഞ്ഞു, അവക്കെന്താ ഒന്നും കൊടുക്കാത്തതെന്നൊക്കെ ചോദിച്ചില്ലേ, അതൊക്കെ വെറുതെ അല്ലേ? ഇങ്ങനെയൊക്കെ ചോദിച്ചോണ്ട് ഇനിയിപ്പോ കുറെ പേര് വരും. ഒരു സൈഡിൽ ഇപ്പൊ ഇനി ഓടും നേരെ മൃദുല തെറി പറയാനായിട്ട്. സോ ഈ ഒരു സംഗതി ഇവിടെ നടക്കുക തന്നെ ചെയ്യും. കുടുംബ പ്രശ്നങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി അതിനിടയ്ക്ക് ഇങ്ങനെ ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റും ടീമുകളും ഒക്കെ വരും, സാക്ഷി പറയാനും വീട്ടിൽ വന്നവരും ഒക്കെ. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ഇട്ട് ചവിട്ടി കൂട്ടും, നല്ല തെറി കേൾക്കും. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ തന്നെ ആദ്യമേ മനസ്സിലാക്കണം. ഓക്കെ. പിന്നെ ഇപ്പൊ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേച്ചി എന്തിനാ വന്ന് ഇതൊക്കെ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തൊക്കെയാണെങ്കിലും ബാക്കി കൂടെ കേക്ക്. ഭയങ്കര ഹെഡ് വെയിറ്റ്, ഒന്ന് ചിരിക്കണ പോലും ഇല്ല. ആ കൊച്ചു എന്ന് പറയുന്ന ചെറുക്കൻ ചിരിക്കണ പോലും ഇല്ല. ഭയങ്കര ആ ഭാഗത്ത് അങ്ങനെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ നോക്കില്ല, വീഡിയോ എടുക്കണോ പോകണം അവര് അവരെ കാര്യം. നമ്മളെ കാണുമ്പോൾ എന്തോ വലിഞ്ഞു കയറി വന്ന പോലെ അവന്റെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് അതോടുകൂടി നമുക്ക് നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നും. ഞങ്ങൾ പറഞ്ഞു ആൻറ്റി ഞങ്ങൾക്ക് ഫുഡൊന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഹസ്ബൻഡ് റൂമിൽ നിന്ന് വരുന്നത് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഹസ്ബൻഡും പിള്ളേരൊക്കെ ഭയങ്കര ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് തരാം, എന്തിനാ കൊച്ചിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനേ. വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഇവർ വന്ന് കഴിഞ്ഞപ്പോൾ അതൊരു പ്രവീണൊന്നും നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഹസ്ബൻഡ് വന്ന് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡായിട്ട് കുറച്ച് നേരമൊക്കെ പ്രവീൺ സംസാരിക്കണം കണ്ടിരുന്നു. ആൾ ഭയങ്കരമായിട്ട് വർത്താനൊക്കെ പറഞ്ഞു, ഫുഡ് കഴിക്കുന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ഇവര് നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നത്. വേണ്ട ഫുഡ് ഒന്നും കഴിക്കണ്ട, ഞങ്ങൾ അപ്പൊ തന്നെ പോയി ഇറങ്ങാൻ നിൽക്കായിരുന്നു. അവർ നിർബന്ധിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുത്തിയിട്ട് അതാണ് കുറച്ചും കൂടി വിഷമായത്. എടുത്തു വെച്ച ഫുഡ് അതേപോലെ തന്നെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം ഇവർ ക്യാമറ ഓണാക്കി വന്നിട്ട് പ്രവീൺ പറഞ്ഞൊരു ഇതുണ്ട്, ഇത് തൃശ്ശൂരിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വന്ന ടീമാണ് കേട്ടോ. നമുക്കുണ്ടായ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമല്ല, ഫുഡ് കഴിക്കാൻ ഫുഡ് നമ്മൾ കഴിച്ചിരുന്നു. നമുക്ക് ആ ഒരു ഫുഡിന് വേണ്ടിയിട്ടല്ല, നമ്മൾ ഇവരോടുള്ള ഇഷ്ടം കൊണ്ട് ചെന്നതാണ്.
അപ്പോൾ അച്ഛനായാലും നമ്മൾ അങ്ങനെ അധികം സംസാരമൊന്നും വന്നിട്ടില്ല കേട്ടോ. അച്ഛൻ നമ്മളൊരു ലിമിറ്റ് കാണുന്നു, ചിരിക്കുന്നു, പോകുന്നു. പിന്നെ മൃദുലയുടെ ഫാമിലി ആണെങ്കിലും ശരി പറയുന്നത് അവർ ഭയങ്കര സൈലന്റ് ആയിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഇവർ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നു, കഴിക്കുന്നത് കാണുമ്പോൾ ഞാനപ്പോൾ ഇപ്പോൾ ചിന്തിക്കുകയാണ്, ശരിയാണ് അവരുടെ വീട്ടുകാർ ഭയങ്കര സൈലന്റ് ആയിട്ടാണ് നിൽക്കുന്നത് അവിടെ. ഒത്തിരി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല. അപ്പം ഞങ്ങൾക്ക് അതന്ന് കത്തിയിരുന്നു. നമ്മൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന അവരേ അല്ല, അവരുടെ ഇടയിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും നമ്മളെ അംഗീകരിക്കില്ല, വിശ്വസിക്കില്ല. ആ സമയത്ത് അവർക്ക് ഓൾറെഡി അവരുടെ വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ വ്യൂസ് കമന്റ് തന്നെ വായിക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ദൈവം ഇത്രയും നല്ല ഫാമിലി ഉണ്ടെന്ന്. നേരിട്ട് കണ്ട ഞങ്ങൾ സത്യം തന്നെ ഒന്നും പറയാനില്ല. കുറെ പേര് ഫോട്ടോ എടുത്ത് ചോദിച്ചു, എടി അടിപൊളി നിങ്ങളുടെ ഭാഗ്യമാണ് അവരെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ. ഞങ്ങൾക്ക് 2 മാസം മുന്നേ ഞങ്ങൾക്ക് കത്തിയിരുന്നു, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ ഒരാൾ വിശ്വസിക്കില്ല. ഈ കുഞ്ഞു ചാനലുകാർ വന്നിട്ട് ഇത്രയും വലിയ ചാനലിനെ അഗേൻസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൊങ്കാലിട്ടുള്ളൂ എല്ലാവരും. പക്ഷെ ചേച്ചിമാർക്ക് അപ്പൊ എന്തൊക്കെയോ സംശയം ഉണ്ടായിരുന്നു നേരത്തെ, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള കാര്യം. പിന്നെ ചേച്ചിമാര് പറയുന്ന വെച്ചിട്ട് പ്രവീണും ഇച്ചിരി മോശപ്പെട്ട സ്വഭാവം ഉള്ള ഒരുത്തൻ, പ്രണവ് അതിനെക്കാട്ടിലും മോശപ്പെട്ട ഒരുത്തൻ, ഒന്നും ചെയ്യാതെ ചുമ്മാ നടക്കുന്ന ഒരുത്തൻ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഒരു ഭക്ഷണം കഴിക്കാൻ നേരത്ത് പ്രവീണിന്റെ മറ്റേ യൂട്യൂബേഴ്സ് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് മറ്റേ ഇങ്ങനെ തൃശ്ശൂർന്ന് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വന്നു ഗായ്സ്, വെറുതെ കഴിക്കാൻ വന്നു ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. അത് ചിലപ്പോൾ അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രവീൺ ആ ചെയ്തതിനോട് നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ യോജിക്കാൻ പറ്റുന്നില്ല. നമ്മളെപ്പോഴും നമ്മുടെ സൈഡും നമ്മുടെ വ്യൂവേഴ്സിനെ നോക്കിയായിരിക്കും ഓരോന്നും ചെയ്യുന്നത്. പക്ഷെ അത് ചില ആളുകളെ ഹിറ്റ് ചെയ്യും ഭയങ്കരമായിട്ട്. അങ്ങനെ അവർക്കത് സങ്കടമായിട്ടുണ്ട്, അതാണ് അവരത് പറയുന്നത്. ഓക്കെ, അതിനകത്തൊക്കെ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോ ഇവര് പറയുന്ന വെച്ചിട്ട് നിങ്ങൾ കേട്ടല്ലോ, ആ കുടുംബമൊന്നും അവര് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, അവരെല്ലാരും ഭയങ്കര സൈലന്റ് ആണ്, പ്രത്യേകിച്ച് മൃദുലയുടെ ഫാമിലി എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഞാനത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ്. ഈ ഒരു എന്താണ് നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ ടൈം ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചിരിക്കുന്നത് അത് കാണുന്നവരുടെ തെറ്റിദ്ധാരണയാണ്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇനി തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല, എല്ലാവരും പറയും ഇത് ഞങ്ങളുടെ ലൈഫിൽ നടക്കുന്നതാണ്, മറ്റേതാണ്, മറിച്ചതാണ്. അതിപ്പം ഈ ഫാമിലി വ്ളോഗേഴ്സ് അവരാണെങ്കിലും ഇത് ചിലപ്പോൾ പറയുമായിരിക്കും. അതുപോലെ തന്നെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിനെ പോലുള്ള ആളുകളും പറയുമായിരിക്കും. പക്ഷെ എന്നാലും ഒരു പരിധി കൂടുതൽ നിങ്ങളാവുന്നു അങ്ങോട്ട് നമ്പാതിരിക്കണ്ട, മനസ്സിലായില്ലേ? ഇതൊക്കെ ഒരു ഒരു എന്റർടൈൻമെന്റ് ആണ്. അങ്ങനെ നിങ്ങൾ അങ്ങ് എടുത്താൽ മതി. പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗേഴ്സിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് അതിലൊരു എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം എടുത്താൽ മതി. കൂടുതൽ അതിനകത്തൊരു ഡീപ്പായിട്ട് പോകണ്ട. അതുപോലെ തന്നെ ഈ ഫാമിലി വ്ളോഗേഴ്സ് നിങ്ങളും കൂടെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുടുംബകാര്യങ്ങൾ വന്ന് വിളമ്പാതിരിക്കുക. അത് വിളമ്പി കാശുണ്ടാക്കാൻ നിൽക്കുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ പിന്നെ വാലേ വരുന്നത്. മനസ്സിലായില്ലേ? ഇതിപ്പോ ഞങ്ങൾ എല്ലാവരും കാണുന്ന നിങ്ങളുടെ സ്ഥിരം വ്യൂവേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും കൺഫ്യൂസ്ഡ് ആണ് ഇതിനകത്ത് ആരുടെ സൈഡിൽ നിൽക്കും എന്നുള്ളൊരു ചോദ്യത്തിന്. പിന്നെ ഇത് ചെറിയൊരു വിഷയമൊന്നും അല്ല. ഇപ്പൊ ഈ പ്രണവ് കൊച്ചു എന്ന് പറയുന്ന വ്യക്തിക്കും ആ അച്ഛനും അമ്മയ്ക്കും എതിരെ ഇത്രയും സൈബർ ബുള്ളിങ് നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ വിഷയം അറിഞ്ഞിട്ടല്ല ആളുകൾ അവരെ തെറി പറയുന്നത്. ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വയറ്റിൽ ചവിട്ടി ഉപദ്രവിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ആരും കണ്ടോണ്ട് നിൽക്കത്തില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ അവരെ കല്ല് വലിച്ചെറിയും ചില ആളുകൾ. അങ്ങനത്തെ ഒരു കാര്യം വരെ ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു കേസൊക്കെ ആയി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രണവ് കൊച്ചും അവന്റെ അച്ഛനും ഒക്കെ അന്തർ കിടക്കും. മനസ്സിലായില്ലേ? അകത്ത് പോകും അധികം താമസിക്കാതെ. കാരണം ചെറിയൊരു കാര്യമൊന്നുമില്ല. അത് ചിലപ്പോൾ ഈ ഒരു ദേഷ്യത്തിന്റെ പുറത്തോ ഇല്ലെങ്കിൽ ആ ഒരു സങ്കടം, പ്രണവ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന്റെ സങ്കടത്തിന്റെ ഒക്കെ പുറത്തായിരിക്കും ചിലപ്പോൾ പ്രവീൺ വന്ന് ഇതെല്ലാം വെച്ചങ്ങോട്ട് വീഡിയോ ഇട്ട് പോയത്. പക്ഷെ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ഇത്ര ഉണ്ടാവുമെന്ന് ചിലപ്പോൾ അയാളും വിചാരിച്ച് കാണത്തില്ലായിരിക്കും. പക്ഷെ വിചാരിക്കണം, ഇതൊരു പാഠമാണ് എല്ലാ ജനങ്ങൾക്കും. സോഷ്യൽ മീഡിയയിൽ വന്ന് കഥകൾ പറയുമ്പോൾ സൂക്ഷിക്കുക. പിന്നെ അത് കേറി അങ്ങ് കത്തിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ കയ്യിൽ നിൽക്കില്ല. ഇവരുടെ ഒരു വിഷയത്തിൽ നിന്ന് എല്ലാവർക്കും അത് മനസ്സിലായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം നേരത്തെ പറഞ്ഞാണ് ഇവരുടെ ഒരു വിഷയത്തിൽ. വീണ്ടും ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി പറയാം, എല്ലാം നല്ല രീതിയിൽ കോംപ്രമൈസ് ആയി മുന്നോട്ട് പോട്ടെ. എല്ലാവർക്കും കൂടി ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുക, ജീവിക്കുക, മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോവുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാൻ പോകുന്ന പ്രശ്നമാണെങ്കിലും ശരി, ഇനി ഇത് കോംപ്രമൈസ് ആവുന്നതാണെങ്കിലും ശരി, നിങ്ങളുടെ ഇടയ്ക്ക് തന്നെ നിർത്തി തീർക്കുക. നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റുമായിട്ട് മുന്നോട്ട് പോവുക. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇത് എൻ്റെ അഭിപ്രായം. കാണുന്ന നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സ് ഉണ്ട്, പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.